കുഞ്ഞിന് മുലപ്പാൽ നൽകിയില്ലെന്ന് ആരോപിച്ച് 19-കാരിയെ ഭർത്തൃ വീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചു എന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്തില്ലെന്ന് പരാതി. ചവറ പോലീസിനെതിരെയാണ് ഈ ആരോപണം ഉയർന്നിരിക്കുന്നത്. മർദ്ദനമേറ്റ പെൺകുട്ടിക്കൊപ്പം ഒരിക്കൽ കൂടി അരുൺ രാജ് ചേരുകയാണ്. അരുൺ രാജ് ചേരുന്നു. അരുൺ, യഥാർത്ഥത്തിൽ ഈ പോലീസ് കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അന്വേഷിച്ചോ? SKN പോലീസുമായി സംസാരിച്ചിരുന്നു. പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ വീട്ടുകാരെ ഇരുവരെയും വിളിച്ചു വരുത്തി സംസാരിച്ചിരുന്നു. ഇതിനുശേഷം ഈ കുട്ടിയുടെ മൊഴി, അതായത് ഈ അമ്മയുടെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തിയതാണ്. പക്ഷേ പിന്നീട് എന്തുകൊണ്ട് ഈ അമാന്തം വന്നു എന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരം ചവറ പോലീസിൽ നിന്ന് ലഭിക്കുന്നില്ല. എന്നാലും ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള ഉദ്യോഗസ്ഥർ നമ്മളെ ഇക്കാര്യത്തിൽ വിളിച്ച് വിവരം തേടിയിരുന്നു. എവിടെയാണ് ഈ വീഴ്ച പറ്റിയതെന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് ഈ അമ്മ ഇപ്പോൾ ചേരുന്നുണ്ട്. എന്തായിരുന്നു അലീന അന്ന് സംഭവിച്ചത്? അത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ കുഞ്ഞിന് പാലും കൊടുത്തിട്ട് കുളിച്ചിട്ട് കുഞ്ഞിന് പാലും കൊടുത്തിട്ട് വയറ് നിറച്ചും പാലെടുത്തിട്ട് ചേട്ടത്തിയുടെ റൂമിൽ കടത്തിയതാണ് കുഞ്ഞിനെ. അപ്പം ഞാൻ എൻ്റെ റൂമിൽ പോയി കിടന്ന്. അപ്പം കൊച്ചിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പാലിൽ വന്ന് കൊട്ടുന്നു. ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊച്ചിന് പാൽ കൊടുക്കാൻ. ഞാൻ ചോദിച്ചു കൊച്ചിന് പാൽ കൊടുത്തിട്ട് 2 മണിക്കൂറും കൂടി ആയില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പം പിന്നെ ഞാൻ വാതിൽ മാറെന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ അയാൾ എന്നെ പിടിച്ചാണെങ്കിൽ കട്ടിൽ കൊണ്ട് ഒറ്റ കടത്തലും. പിന്നെ ഇതെല്ലാം അവരെ വീട്ടുകാർ ചെയ്തതാ, ഇത്രയും മർദ്ദനമൊക്കെ. കാരണം ഈ കവിള് ഇതൊക്കെ മൊത്തം അവരെ വീട്ടുകാർ ചെറുതാ. ഇത് മൊത്തം കവിളിതാ മുഖത്ത് വേണമെങ്കിലും ഉണ്ട്. കല്ല് തീരാന് കത്താളം എടുത്തിട്ട് കത്താളിൻ്റെ മടക്കിന് കൊണ്ടുവന്ന് ചെയ്തതാ. അത് മാത്രമല്ല, ഈ ഇടയ്ക്ക് വെച്ചും പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡ് സംസാരിക്കുന്നിടത്ത് എല്ലാവരും ഇടയ്ക്ക് കയറി വരും. എൻ്റെ ഈ സിസേറിയൻ ചെയ്ത ഭാഗത്ത് കയറിയിരുന്ന എന്നെ അടിച്ചതാണ്. ഇന്നലെ എനിക്ക് വേദന ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ. ഫൗണ്ടേഷനിൽ കൊണ്ടുപോയി എന്നെ ഡിസ്ട്രിക്റ്റിൽ നേരെ കൊല്ലത്ത് വിട്ട്. സിസേറിയൻ ചെയ്ത ഭാഗത്ത് മൊത്തം നല്ല വേദന എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഒരേപോലെ കണ്ണടച്ചിട്ടില്ല. എൻ്റെ ആ സിസേറിയൻ ചെയ്തെടുത്ത് നല്ല വേദന ഉണ്ട് എനിക്ക് ഇപ്പോഴും. എനിക്ക് സംസാരിക്കാൻ കൂടി വയ്യ. എൻ്റെ ദേഹം മൊത്തം പെടലൊന്ന് തിരിക്കാൻ കൂടി എനിക്ക് പറ്റത്തില്ല. ഇത് മൊത്തം കണ്ടോ? എൻ്റെ മുഖത്തുണ്ട് ഇവിടെ എല്ലാം അവർ ചെയ്ത പാടാക്കിയ. കാല് കെട്ടിയിട്ട് മർദ്ദിച്ച് വരെ കെട്ടയക്കാൻ പറഞ്ഞിട്ട് കെട്ടയച്ചില്ല. അവരുടെ ചേട്ടനും എൻ്റെ ഭർത്താവും ചേട്ടനും അച്ഛനും എല്ലാവരും കൂടി ഉപദ്രവം വെച്ചയാ. എന്നിട്ട് പില്ലോ കവർ വെച്ച് എൻ്റെ മുഖത്ത് അമ്മയ്ക്ക് വരും. ആ വിഷ്വലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഈ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഈ 5-ാം മാസത്തിൽ വെച്ച് എനിക്ക് ഞാൻ സൂസൈഡ് ചെയ്യാൻ പോയത്. എന്നാൽ അവരമ്മ കാരണം ക്യാഷിൻ്റെ ഇഷ്യൂ പറഞ്ഞ് ഈ അടി നടന്നപ്പോൾ ശ്രീധരത്തിന്റെ കാര്യം അവരമ്മ പറഞ്ഞായിരുന്നു. അവളെ വീട്ടിൽ നിന്ന് ഏതാണ്ട് കൊണ്ടുവന്ന പോലെ അവൾ ഇവിടെ കടന്ന് ഭരിക്കുന്നെന്നും പറഞ്ഞു. അലീനയുടെ അമ്മയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തിരുന്നു. ആ ഘട്ടത്തിൽ അവിടെ നിന്ന് ഞങ്ങൾ പോയി നേരെ പോലീസ് സ്റ്റേഷനിലാണ് പോയത്. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴത്തേന് ഇവർ വേണ്ടാത്ത അസംബന്ധങ്ങൾ മൊത്തം സംസാരിച്ച് അയലത്തോടൊക്കെ ഇവർ വശം. പോലീസുകാരെന്താ പറഞ്ഞു? പോലീസുകാർ ഇവരുടെ അവസ്ഥ കണ്ടപ്പോൾ പറഞ്ഞു ഓട്ടോന് ഇറങ്ങേണ്ട, ഞങ്ങൾ വേണ്ടുന്ന ആക്ഷൻ എടുക്കാം, അവൻ 24 മണിക്കൂർ മുമ്പ് എടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് പിന്നെ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയില്ല. എന്നിട്ട് തിങ്കളാഴ്ച ഞങ്ങൾ പോയി. ഈ വയ്യത്ത കൊച്ചിനെ സംഭവം നടന്നത് അന്നും പോയി. തിങ്കളാഴ്ചയും പോയി പോയി കാണാഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തിങ്കളാഴ്ച രാത്രി 112 വിളിച്ചപ്പോഴത്തേനും അവര് അവിടെ നിന്ന് 2 പോലീസുകാരുന്നു. അപ്പൊ ഈ പോലീസുകാർ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടതാണ് ശങ്കരമംഗലത്ത്. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോൾ അവര് കരഞ്ഞ് കണ്ണും നിറച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. എനിക്ക് 2 പെൺമക്കളുണ്ട്, ഇനി ഒരു പെൺപിള്ളേർക്ക് ഇങ്ങനെ വരാൻ പാടില്ല. SI ആരാണ്ട് അവിടെ ഇല്ല, നെടുമ്പങ്കാട് അങ്ങോട്ട് പോയിരിക്കുകയെന്ന് അവർ പറഞ്ഞത്. അതിനുശേഷം ഒരു ആക്ഷനില്ല. അപ്പൊ ഇത് ഞങ്ങൾ കൊല്ലത്ത് മെഡിക്കൽ കോളേജിൽ കിടന്ന് പരിചയമുള്ള ഒരു ഉമ്മയുണ്ട്. അപ്പൊ ഉമ്മ വിശേഷം അറിയാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേനും ഞങ്ങൾ വീട് ഇട്ട് കൊടുത്തപ്പോൾ അവർ ചോദിച്ചു ഞാനൊരു അമ്മയാണോ ഇത്രയും ഈ കുഞ്ഞ് ഇത് വന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു. നിങ്ങൾ ഈ ഇവിടെ കിടന്ന് തെണ്ടി പിടിച്ചെടുത്ത് കൊച്ചിനെ നോക്കിയത് തന്നെയല്ല സാറേ. എനിക്കിപ്പോൾ അവനെ കുരുക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. പക്ഷെ നിയമം അനുശാസിക്കുന്ന എല്ലാ ശിക്ഷയും ഈ ഉടുപ്പും അവനൊരു ഉടുപ്പ് ഒരു 500 ഉടുപ്പ് പോലും അവന് ഇന്നുവരെ മേടിച്ച് കൊടുത്തിട്ടില്ല എൻ്റെ കുഞ്ഞിന്. ഞങ്ങൾ ഇവിടുന്ന് ഞാൻ ചുമന്ന കാശിനാണ് സാറെ കൊണ്ടു കൊടുക്കുന്നത് എടുക്കുന്നതൊക്കെ, കറിമീൻ അയലും എല്ലാം. പിന്നെ അവന്റെ അമ്മ വേണ്ടാത്ത ബുദ്ധിട് മൊത്തവും പറഞ്ഞത് ആ മെഡിക്കൽ കോളേജ് അവർക്ക് ജോലി. രണ്ടാമത്തെ അവരമ്മ പറഞ്ഞത് ഈ ജന്യം അറിഞ്ഞിരുന്നെങ്കിൽ അവരിവിടെ കെട്ടിക്കത്തില്ലായിരുന്നെന്ന്. അവർ സഹിക്കുക. അപ്പൊ ഞാൻ സഹിക്കുകയാണെങ്കിൽ ഡിവോഴ്സ് അവളെ വിടാൻ പറഞ്ഞു. ഈ അലീനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഫിക്സ് വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ഫിക്സ് വരുന്ന പ്രശ്നമാണ് ഈ പ്രശ്നങ്ങളുടെ ആദ്യ തുടക്കം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഫിക്സ് വരുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്തിരുന്നു. ഇത് പിന്നീട് ഈ ഭർത്തൃ വീട്ടുകാർക്ക് പ്രശ്നമുണ്ടായി. പിന്നീട് ഈ വീട്ടിൽ നിന്നും ഈ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് ഇവർ. ഇവിടെ നിന്ന് പോയ ഘട്ടത്തിൽ പിന്നീട് എന്ത് നൽകി എന്ന കാര്യമാണ് പിന്നീട് ചർച്ചയായത്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഈ കുടുംബജീവിതത്തിനിടയിൽ ഉണ്ടായി. ഇത് ഒടുവിൽ ഈ പ്രഗ്നന്റ് ആയി ആശുപത്രിയിലേക്ക് പോയി മാസം തികയാതെയാണ് ഈ അലീന പ്രസവിക്കുന്നത്. 7-ാം മാസത്തിലാണ് പ്രസവിക്കുന്നത്. ആ കുട്ടിയെ കാണാൻ പോലും
ഈ പിതാവ് എത്തുന്നത് ദിവസങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് അലീന വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ശേഷം ഈ പിന്നീടുണ്ടായ ക്രൂരമർദ്ദനമാണ്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ അനാവസ്ഥയാണ്. ഓക്കെ, താങ്ക് യു ആർ അരുൺ രാജ്. എന്തായാലും ഈ പോലീസ് കേസെടുത്തില്ല എന്നുള്ളത് ഗൗരവമായ കാര്യമാണ്. പോലീസ് ഊർജിതമായി പ്രവർത്തിക്കുക. ഇത്തരം ഗാർഹിക പീഡനം നടക്കുന്നിടത്ത് പോലീസ് മൂകമായി നിൽക്കാൻ പാടില്ല.